തിരുവനന്തപുരം ശ്രീകാര്യം കല്ലമ്പള്ളി ജംഗ്ഷന് സമീപം ടോട്ടലായിട്ട് 4.6 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. നമുക്ക് ഇതുപോലെ റേറ്റിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കിട്ടുമ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യില്ല. കാരണം നല്ലൊരു പ്രൈസാണ് പ്രോപ്പർട്ടി കോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് നടക്കാനുള്ളൊരു വില. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ കല്ലമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി അവിടെ കരിമ്പുകോണ ക്ഷേത്രത്തിൻ്റെയൊക്കെ ആർച്ച് വെച്ചിട്ടുണ്ട്. അതുവഴി കയറി വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കയറി വരുമ്പോൾ ഒരു 200 മീറ്റർ വരുമ്പോൾ ഒരു ജംഗ്ഷൻ കണക്ക് വരും. അവിടെ മനു സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു കടയെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചൊന്ന് വരുമ്പോൾ ബി സൗണ്ട്സ് എന്ന് പറഞ്ഞ ഇടതുവശത്തോട്ടൊരു കട, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. നമുക്ക് ആ ഒരു NH-ൽ നിന്ന് കല്ലമ്പള്ളി മെയിൻ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരേക്കും ഏകദേശം ഒരു 600-650 മീറ്റർ ആ രീതിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. അത്യാവശ്യം 2-3 വണ്ടികൾ നമുക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെ മുൻവശത്ത് സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീടിന് ചുറ്റുവട്ടത്തായാലും നമുക്ക് ഒരു രീതിയിലുള്ള കൺജഷനും ഫീൽ ചെയ്യാണ്ട് സ്പേസ് കിട്ടും. ഇതാ ഈ സൈഡിലേക്ക് നോക്കി നല്ല രീതിയിൽ തന്നെ സ്ഥലം കിട്ടും. ഇതേ കണക്ക് തന്നെ നമുക്ക് മറുവശത്തും കിട്ടുന്നുണ്ടാവും. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഈ ഒരു സാധനം നോക്കി, നമുക്കിതിങ്ങനെ എലിവേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു സ്ലാബ് കണക്ക് കൊടുത്ത് അതിനകത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ നമുക്ക് അതിനകത്ത് വെച്ച് സേഫായിട്ട് വെച്ചേക്കാൻ സാധിക്കും. ശരിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കവേർഡ് സ്പേസ് ചെരുപ്പിന് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഈ പാമ്പിൻ്റെയൊക്കെ ഇഷ്യൂ സ്ഥിരം കേൾക്കില്ലേ. നമുക്ക് മുൻവശത്ത് കാണുന്ന ഈ ജനല് കട്ടള ഈ വാതിലിൻ്റെയും കട്ടളയും വാതിലും എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. 2 പാളികളിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെ എല്ലാം സീലിംഗിൽ ഈ രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മുടെ TV യൂണിറ്റ് വെക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. കോമൺ സ്പേസ് എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നും. വീട്ടിനകത്ത് കയറുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടൽ ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ആ രീതിയിൽ വളരെ സ്പേഷ്യസ് ആണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. എല്ലായിടത്തും ഒരു വുഡൻ തീം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെയുള്ള ലൂവേഴ്സ് ആയാലും ഇതെല്ലാം തന്നെ ഒരു വുഡൻ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കിച്ചൺ ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. നമുക്ക് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ കാണുന്നത് പോലെ ചിമ്മിനിയും ഹോബും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇതുപോലെ നല്ല രീതിയിൽ സ്ഥലം കിട്ടുന്ന രീതിയിലാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കും അവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയ സ്പേസ് വിട്ടിട്ടുണ്ട്. അത്യാവശ്യം ചെടികളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ വെക്കാൻ സാധിക്കും. അതുപോലെ ഗ്യാസ് എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ വീടിന് പിൻവശത്തായിട്ട് പുറത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. എല്ലാ റൂമുകളിലും ഇതേപോലെ നല്ല വലിയ പാളികളുള്ള, അതായത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 3 പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ടൈൽസ് എല്ലാം വന്നിട്ട് RAKയും ജോൺസണും ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ്. വീട്ടിനകത്തുള്ള ലൈറ്റിംഗ് എല്ലാം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടിച്ച് പോണ കളറില്ല, പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അലങ്കാര ലൈറ്റൊക്കെ കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. മേളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് കിട്ടും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു TV ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഈ മേളത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 വലിയ ബെഡ്റൂംസ് ആണ് വരുന്നത്. ഈ റൂമിൽ വരുമ്പോഴത്തേക്കും 4 പാളിയിലെ കബോർഡാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 4 പാളിയിലെ കബോർഡ് പ്ലസ് ഡ്രസ്സിംഗ് ടേബിൾ വരും. അതിൻ്റെ താഴെ ഒരു ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിംഗ്സ് ആണ്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും താഴത്തെ ബെഡ്റൂമിന്റെ ആ ഒരു സിമിലർ ലേഔട്ടിൽ അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂംസിലായാലും സീലിംഗിലെല്ലാം തന്നെ ഇതുപോലെ ലൈറ്റ്സ് കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ആണ്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ പുറത്തേക്ക് ഇതുപോലെ പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലഗ് പോയിന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെറസിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ടൈലിട്ടാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ടെറസിലായാലും ഫുള്ളായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ നിർമ്മാണം. നമുക്ക് ഇതിൻ്റെ മുൻവശത്തേക്ക് അത്യാവശ്യം നല്ലൊരു ബാൽക്കണി സ്പേസും കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള വാതിലും എല്ലാം തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അയൽവാസികളായിട്ട് വരിക. ഇവിടെ പുതിയ വീടുകളിലെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീകാര്യം ജംഗ്ഷൻ വളരെ അടുത്താണ്. ഇപ്പോൾ ശ്രീകാര്യം ജംഗ്ഷനിൽ ഇനി മെട്രോയും അല്ല മേൽപ്പാലത്തിൻ്റെയൊക്കെ വർക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ടുള്ള, അതായത് ഇതിൻ്റെ കളർ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി 90 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, അത്രയും പ്രൈസ് ചോദിച്ചിട്ടുള്ളൂ. അതായത് 4.6 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഉദ്ദേശിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.